നമസ്കാരം, വെൽക്കം ടു ജോസ് മാത്സ്. നമ്മൾ ഇന്ന് അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിലെ ലാസ്റ്റ് 2 ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. 2019 സെയിൽ വന്ന ക്വസ്റ്റ്യനാണിത്. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y ഈക്വൽ ടു cos 2x, x ഈക്വൽ ടു 0, x ഈക്വൽ ടു π/2 ആൻഡ് ദ x ആക്സിസ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ y ഈക്വൽ ടു cos 2xൻ്റെ ഗ്രാഫ് നമുക്ക് മിനിമം ഒരു ധാരണ വേണം. അപ്പോൾ y ഈക്വൽ ടു cos 2xൻ്റെ ഗ്രാഫ് വരയ്ക്കാനായിട്ട് 0 തൊട്ട് π/2 വരെയാണ് വേണ്ടത്. നമ്മൾ cos എക്സിൻ്റെ സ്ഥലത്ത് 0 കൊടുത്ത് നോക്കാം. കോസ് ഓഫ് 2 × 0 എന്ന് പറഞ്ഞാൽ cos 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ x ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നിടത്ത് 0 ഇവിടെ ആയിരിക്കും. 0 എന്ന് കൊടുക്കുന്നിടത്ത് കോസിൻ്റെ വാല്യൂ വരുന്നത് 1-ലാണ്. ദെൻ cos 2 π/2 എന്ന് പറയുമ്പം cos π 180 എന്ന് വരും. 180 എന്ന് വരുമ്പോൾ വരുന്നത് വാല്യൂ -1 ആണ്. cos 180 നിങ്ങൾക്ക് കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയാൽ കിട്ടും -1. അപ്പോൾ cos π/2 അടുത്ത വാല്യൂ ആണ് നമ്മൾ π/2 എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ -1 ആണ് വരുന്നത് ഈ വാല്യൂ. അപ്പോൾ ഈ വാല്യൂ 1ഉം -1 എന്ന് പറയുമ്പം ഇങ്ങനെ 2 പോയിൻ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇനി കോസിൻ്റെ ഗ്രാഫിനെ കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം. ഗ്രാഫ് എങ്ങനെ വരാതെ ഇങ്ങനെയാണ് കർവ് വരിക. അപ്പോൾ ഇതിലിത് ഏത് ഭാഗമായിരിക്കും? ഇതിങ്ങനെ പോകുന്ന ഭാഗമായിരിക്കും, അല്ലാണ്ട് ഇങ്ങനെ ഒരു കർവ് വരില്ല. അപ്പോൾ ഇതിങ്ങനെ ജോയിൻ ചെയ്ത് പോകണമെങ്കിൽ ഇതുപോലെ പോകുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും പാർട്ടാണ് നമുക്ക് ആകെ ഈ ഒരു കർവിൻ്റെ ഉള്ളിലത്തെ ഏരിയയാണ് കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ കഷ്ണത്തിൻ്റെ ഏരിയയും കാണണം, ഈ കഷ്ണത്തിൻ്റെ ഏരിയയും കാണണം. അപ്പോൾ നമുക്കറിയാം ഇത് രണ്ടും സെയിം വാല്യൂ ആയിരിക്കും, സെയിം കർവുകളാണ്. ഇവിടെ വെച്ചിട്ടാണ് ഇത് ബ്രേക്ക് ചെയ്യുന്നത്. അതായത് 0ക്കും 90ൻ്റെയും നടുവിലത്തെ നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു π/4. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഏരിയ കാണാനായിട്ട് നമുക്ക് എഴുതാം. ഏരിയ ഈക്വൽ ടു 0 to π/2 cos 2x dx എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കാണുന്നുണ്ടോ? 2 × 0 to π/4 വരെ cos 2x dx. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 × sin 2x/2 × 0 to π/4. കഴിഞ്ഞ ചാപ്റ്ററിലെ ഇൻ്റഗ്രേഷൻ്റെ ഭാഗത്തിലെ നമ്മൾ ഇതേപോലൊരു ക്വസ്റ്റിൻ്റെ ഇൻ്റഗ്രൽ കാണുന്നുണ്ട്. അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 0 ആണ്. പക്ഷേ ഇവിടെ ഏരിയയുടെ കേസ് വരുമ്പോൾ ഇതങ്ങനെ 0 അല്ല വരിക. 2 × sin of 2 × π/4 മൈനസ് sin 0/2 എന്നാണ് വരിക. 2 × π/4 എന്ന് പറഞ്ഞാൽ π/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 2 × 1/2 ഈക്വൽ ടു 1. 1 ആണ് അതിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കണം. ഏരിയ കാണുകയാണെങ്കിൽ നമ്മൾ ഈ സൈഡിലുള്ളത് പോസിറ്റീവും ഈ സൈഡിലുള്ളത് നെഗറ്റീവും ആയതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0 to π/2 cos 2x തന്നെയാണ്. അതിൻ്റെ ആൻസർ 0 ആണ് വരിക. പക്ഷേ ഏരിയ വരുമ്പോൾ ഇവിടുത്തെ ഏരിയ പ്ലസ് ഇവിടുത്തെ ഏരിയ തമ്മിൽ ആഡ് ചെയ്യാണ് വേണ്ടത്. ഈ നെഗറ്റീവ് പാർട്ടിലെ ഏരിയ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം. അങ്ങനെയാണ് ഇത് രണ്ടും വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ 1 വരും. അപ്പോൾ അതൊരെണ്ണം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ദെൻ എലിപ്സിൻ്റെ ഏരിയ നമുക്ക് ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന ആപ്ലിക്കേഷനുടെ ഇൻ്റഗ്രലിൻ്റെ വീഡിയോയിൽ നമ്മളിതിൻ്റെ ആൻസർ വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ഇതൊന്നുകൂടി പറയാം. x² നമ്മളിതിൻ്റെ ഒരു ഇൻ്റഗ്രൽ വരുമ്പോൾ x²/a² 5 + y²/b² = 1. ഇതിൻ്റെ ഇൻ്റഗ്രേഷനാണ് കാണാം. ഇതിനാദ്യം നമ്മൾ y² ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ b² × 1 - x²/a² എന്നാണ് ആക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു b²/a² × a² - x². ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ y ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റൂട്ടാണ് വരിക. ദാറ്റ് ഈസ് b/a × √a² - x². അത് എലിപ്സ് എന്ന് പറയുന്ന കർവ് ഇങ്ങനെയാണ് വരിക. അതിൽ ഇതിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ഏരിയ കണ്ടിട്ട് അത് × 4 ആണ് ചെയ്യേണ്ടത്. 0 തൊട്ട് a വരെയാണ് അതിൻ്റെ ഇൻ്റഗ്രേഷൻ. ദെൻ ഏരിയ ഈക്വൽ ടു 4 × ഇൻ്റഗ്രൽ 0 to a. y എന്ന് പറയുന്നത് b/a × √a² - x² dx. അപ്പോൾ അതിൽ ആ 4b/a എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തേക്ക് എടുക്കാം. ഇനി നമ്മൾ √a² - x²ൻ്റെ ഇൻ്റഗ്രേഷൻ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഇങ്ങനെയാണ് വരിക. x/2 × ക്വസ്റ്റ്യൻ -a² + a²/2 × sin ഇൻവേഴ്സ് ഓഫ് x/a. അപ്പോൾ ഇതിൻ്റെ ആൻസർ sin ഇൻവേഴ്സ് ഓഫ് x/a എന്നുള്ള ആൻസറൊക്കെ കണ്ടുപിടിക്കാൻ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 0 to a വരെ കൊടുക്കുക. ഈ ഫോമുല ബൈഹാർട്ട് ചെയ്യുമെങ്കിലും വേണം. 4b/a × ഇനി ഇതിൽ ആദ്യം a കൊടുക്കുകയാണ് വേണ്ടത്. a ഈ ടേമിൽ കൊടുക്കുമ്പോൾ എന്ത് വരും? a² - a² വരുമ്പോൾ ഈ ടേം 0 വരും. ആദ്യം a കൊടുക്കുമ്പോൾ 0 വരും. ദെൻ a²/2 × sin ഇൻവേഴ്സ് ഓഫ് a/a മൈനസ് ഇനി 0 ആണ് കൊടുക്കേണ്ടത്.
0 കൊടുക്കുമ്പോൾ ഇവിടെ 0 വരുന്നത് കാരണം ഈ ടേം വീണ്ടും 0 വരും. മൈനസ് സൈൻ ഇൻ എ സ്ക്വയർ ബൈ 2 കൊണ്ട് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. ഈ എക്സിൻ്റെ സ്ഥലത്ത് 0 എന്ന കാരണം സൈൻ ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ വീണ്ടും 0 ആണ്. അപ്പോൾ ആ ടേമുകളെല്ലാം പോകും. ആകെ ബാക്കി വരുന്ന ഒരേ ഒരു ടേമാണ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 1. സൈൻ ഇൻവേഴ്സ് ഓഫ് 1, സൈൻ 1 വാല്യൂ വരുന്നത് എപ്പോഴാണ്? പൈ ബൈ 2ലാണ്. ഈ 2ഉം ഈ 2ഉം 4ൽ വെട്ടിപ്പോവും. ഇവിടുത്തെ ഒരു സ്ക്വയറും വെട്ടിപ്പോവും. പൈ എ ബി. ഇതാണ് എലിപ്സിൻ്റെ ഏരിയ വരും. ഇനി നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് കണക്ട് ചെയ്യാം. തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 16 ഈക്വൽ ടു 1 എന്നാണ്. സോ എ സ്ക്വയർ ഈക്വൽ ടു 25, ബി സ്ക്വയർ ഈക്വൽ ടു 16. അപ്പോൾ എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 4. ഇതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ പൈ ഇൻറ്റു 5 ഇൻറ്റു 4 കൊടുത്തു കഴിഞ്ഞാൽ 20 പൈ എന്ന് കൊടുത്താൽ കറക്റ്റ് ആൻസറാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിൻ്റെ സർക്കിളിൻ്റെയും എലിപ്സിൻ്റെയും ഏരിയ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വാല്യൂ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും സൗകര്യം. ഏറ്റവും മാർക്ക് കിട്ടാൻ ഒറ്റ തുണ്ടുപോലും തെറ്റാതെ ആൻസർ കിട്ടാനുള്ള സൗകര്യം അതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് വൈ. ഇത് മാർച്ച് 2019 വന്ന ക്വസ്റ്റ്യനാണ്. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻ ദ ലൈൻസ് ഇൻ എക്സ് ഈക്വൽ ടു. ഇത് ഇതിൻ്റെ ഏറ്റവും ബേസിക് കൺസെപ്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് അതിൻ്റെ ഉത്തരം. ഇനി അടുത്തത് ഇങ്ങനെ ഒരു ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ 1 to 2 എഫ് ഓഫ് എക്സ്. ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കാണണം. എന്നാലാണ് നമുക്കിതിൻ്റെ താഴെയുള്ള ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കാണാൻ 2 പോയിൻ്റ് തന്നിട്ടുണ്ട്. 1 3ഉം മൈനസ് 1 3ഉം. 1 3ഉം തന്നിട്ടുണ്ട്. -1 -3 തന്നിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ 2 പോയിൻ്റ് തന്നാൽ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കാണാനുള്ള ഫോർമുല y മൈനസ് y1 ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കാണാനുള്ള ഫോർമുല. അപ്പോൾ അത് നമുക്കതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ 2 പോയിൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 പോയിൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം y മൈനസ് 3 ഈക്വൽ ടു ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. അപ്പോൾ y1ൻ്റെ സ്ഥലത്ത് 3 കൊടുത്തു. y2 മൈനസ് y1 മൈനസ് 3 ബൈ x2 മൈനസ് x1 -1 ഇൻറ്റു x മൈനസ് 1. y മൈനസ് 3 ഈക്വൽ ടു ഇവിടെ മൈനസ് 6 ബൈ -2 ഇൻറ്റു x മൈനസ് 1. അപ്പോൾ 2 ഇതിൽ 3 പ്രാവശ്യം. y മൈനസ് 3 ഈക്വൽ ടു 3x മൈനസ് 3. ഈ y ഇക്വേറ്റ് ചെയ്യുമ്പോൾ 3x മൈനസ് 3 പ്ലസ് 3. ഇവിടുത്തെ -3 ഇവിടെ പോകുമ്പോൾ +3 ആവും. y ഈക്വൽ ടു 3x. ഇതാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഏരിയ. ഇനി ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രൽ എക്സിൻ്റെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെ വാല്യൂ എന്നാണ് പറയുന്നത്? 1 തൊട്ട് 2 വരെ. 1 തൊട്ട് 2. y ഈക്വൽ ടു എന്താ പറയുന്നത്? 3x dx. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് വരും? 3 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2. എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 1 to 2 കൊടുക്കാം. 3 ഇൻറ്റു എക്സ് സ്ക്വയറിന് 4 കൊടുക്കാം. മൈനസ് എക്സ് സ്ക്വയറിന് 1 കൊടുത്തു ബൈ 2. 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3. 3 ഇൻറ്റു 3 9 ബൈ 2 ആണ് എൻ്റെ ഏരിയ. അപ്പോൾ അത്ര എളുപ്പമാണ് ഇത് ചെയ്യാൻ. വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടോ. ഈ സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം എന്ന് മാത്രം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y ഈക്വൽ ടു സൈൻ എക്സ്. നേരത്തെ ചെയ്ത പോലെ അതേപോലത്തെ ക്വസ്റ്റ്യനാണ് ഇതും. അപ്പോൾ 0 to 2π വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് എക്സ് ആക്സിസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ സൈൻ 0 വരും. ദെൻ സൈൻ 2π. അപ്പോൾ പൈ ബൈ 2 ഉണ്ട്, പൈ ഉണ്ട്, ദെൻ 3π/2 ഉണ്ട്, ദെൻ 2π ഉണ്ട്. ഇത്രയും വാല്യൂസ് നമുക്ക് അതിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. സൈൻ 90ക്ക് 1 വരും, സൈൻ പൈക്ക് 0 വരും, അഗെയിൻ 3π/2ന് -1 വരും, 2πക്ക് 1 വരും. സർ ഇതിൻ്റെ ഗ്രാഫ് നിൽക്കുന്നത് ദാ ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഏരിയ കാണാനായിട്ട് നിങ്ങൾക്ക് 2 ഇൻറ്റു 0 to π ചെയ്യാം, അല്ലെങ്കിൽ 4 ഇൻറ്റു 0 to π/2 ചെയ്യാം. കാരണം ഇതെല്ലാം സിമെട്രിക്കാണ്. 4 ഇൻറ്റു 0 to π/2 ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ 4 കഷ്ണങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ 4 ഒരേപോലത്തെയാണ്. അപ്പോൾ അത് ചെയ്യായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഏരിയ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π/2 സൈൻ എക്സ് ഡി എക്സ്. അപ്പോൾ എന്ത് വരും? 4 ഇൻറ്റു സൈൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? കോസ് എക്സ് ആണ്, മൈനസ് കോസ് എക്സ് ആണ്. 0 to π/2 കൊടുക്കാം. 4 ഇൻറ്റു കോസ് ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് വരും? മൈനസ് കോസ് π/2 മൈനസ് കോസ് 0. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഓൾറെഡി ഉള്ള മൈനസിനെ ഞാൻ പുറത്ത് നിർത്തിയതാണ്. 4 ഇൻറ്റു കോസ് 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 മൈനസ് -1 ഈക്വൽ ടു 4. ഇതാണ് എൻ്റെ ആൻസർ വരിക. ഇനി അതിന് പകരം നമ്മളിതിൻ്റെ ഫുൾ സെക്ഷൻ എടുത്തിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കി. അപ്പോൾ എന്ത് വരും? 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π
കോസ് എക്സ് 4 വേണ്ട, അപ്പോൾ 2 സെക്ഷനേ ഉള്ളൂ. 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to പൈ സൈൻ എക്സ് ഡി എക്സ് വരും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് ആണ്, 0 to പൈ വരെ വരും. അപ്പോൾ വരിക 2 ഇൻറ്റു -2 ഇൻറ്റു കോസ് പൈ മൈനസ് കോസ് 0. അപ്പോൾ അത് എന്ത് വരും? -2 ഇൻറ്റു കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 ആണ്, കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എഗെയിൻ ഇവിടെ -2 ഇൻറ്റു -2 4 ആൻസർ വരും. അങ്ങനെ 2 രീതിയിൽ ചെയ്താലും ഒരേ ആൻസറാണ് കിട്ടുക. അതായത് ഒന്നില്ലെങ്കിൽ 4 1 എടുത്തിട്ട്, കാരണം 4 സിമെട്രിക് വാല്യൂ ആയി, കാരണം 4 ഇൻറ്റു ഇൻ്റഗ്രൽ ചെയ്യാം, അല്ലെങ്കിൽ 2 ഇൻറ്റു ഇൻ്റഗ്രലും ചെയ്യാം. അങ്ങനെ 2 രീതിയിൽ ചെയ്താലും നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഇനി അടുത്തത് 2 fences are made in a grass field as shown in figure. ഇതാണ് 2 ഫെൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞത്. ഇത് 10 മീറ്ററും 20 മീറ്ററും നീളമുള്ള 2 ഫെൻസാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ ഒരു കയറ് കെട്ടിയിട്ട്, ഇതിൻ്റെ ഉള്ളിൽ ഒരു 3 മീറ്റർ നീളത്തിൽ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 മീറ്റർ നീളം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇത്രയേ ഉണ്ടാവുള്ളൂ. അതിൽ മാക്സിമം നീളത്തിൽ ഒരു കൗ നടുക്കുകയാണെങ്കിൽ അതിന് 3 മീറ്റർ നീളമുള്ള ഒരു സർക്കിളിലാണ് വരിക. ഇത്രയും പാർട്ടാണ് അതിന് മാക്സിമം സഞ്ചരിക്കാവുന്ന ദൂരം. ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഏരിയ എത്രയാണെന്ന് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ ഇത് 3 ആണ് റേഡിയസ് സർക്കിളിൽ, ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ x² + y² = 3². 9 ആണ് ഇവിടെ വരിക. അപ്പോൾ 9 നമ്മൾ എടുക്കണില്ല, a² തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. സർക്കിളിൻ്റെ വാല്യൂ കണ്ടിട്ടാണ് നമ്മളിതിൽ കൊടുക്കുന്നത്. അപ്പോൾ y = എന്ത് വരും? √a² - x² ആയിരുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഏരിയ = നമ്മൾ 4 ഇൻറ്റു ചെയ്യണില്ല, 0 to a √a² - x² dx ചെയ്യുന്നു. അതുപോലെ x/2 ഇൻറ്റു ചോദ്യം പ്ലസ് a²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് x/a. 0 to a വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ എ കൊടുക്കുമ്പോൾ ഈ ടേം 0 വരും. നേരത്തെ നമ്മൾ എലിപ്സിൽ കണ്ട പോലെ ആകെ ബാക്കി ഉണ്ടാവുക a²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് a/a. അതായത് a²/2 ഇൻറ്റു π/2 ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ a²/4 ദാറ്റ് ഈസ് 9π/4. ഇത്രയാണ് ഈ കവിന് നടക്കാവുന്ന ഏരിയ. ഇനി അവർ ചോദിക്കുന്നത് നോ ഫെൻസ്, ഇതിങ്ങനെ ഒരു വേലിയില്ല, അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ദൂരം സഞ്ചരിക്കും? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസിൽ എത്ര ദൂരം സഞ്ചരിക്കും? ഒരു ഫുൾ സർക്കിൾ സഞ്ചരിക്കും. ദാറ്റ് ഈസ് 4 ഇൻറ്റു 9π/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 9π. ഇത്രയും ഭാഗത്താണ് ഈ ഇതിന് ഗ്രാസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ദെൻ 5ാമത്തെ ക്വസ്റ്റ്യൻ 2018 വന്ന ക്വസ്റ്റ്യനാണിത്. ഈ ഷെയ്ഡ് ചെയ്ത റീജിയനിൽ ഏരിയ കാണാം. ഇതിൻ്റെ ഉള്ളിൽ ഇതൊരു സർക്കിൾ 2 എന്ന് പറയുന്ന 2 റേഡിയസിലുള്ള ഒരു സർക്കിളിൻ്റെയാണ് കാണുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് 2 ആണ് റേഡിയസ് എന്ന് വെച്ചാൽ 0 to 2. ഇൻ്റഗ്രേഷൻ 0 to 2 ഇത്രയും ഏരിയയിലാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സർക്കിളിൻ്റെ വീണ്ടും നമുക്ക് 2 കർവാണുള്ളത്. മുകളിൽ ഒരു കർവ്, ഇങ്ങനെ ഒരു കർവുണ്ട്, താഴെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഉണ്ട്. അപ്പോൾ മുകളിലത്തെ കർവിന് എങ്ങനെ വരും? റേഡിയസ് 2 ആയ കാരണം x² + y² = a² ആണ്. ദെൻ നമുക്ക് 2ൻ്റെ വാല്യൂ കൊടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ y = √a² - x². ഇതാണ് സർക്കിളിൻ്റെ ഏരിയ വരിക. ഇനി രണ്ടാമത് നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇത് കണ്ടുപിടിക്കണം, സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇത് 2 ഇത് 2, x ഇൻ്റർസെപ്റ്റും 2 y ഇൻ്റർസെപ്റ്റും 2. ഉടനെ അതിൻ്റെ ഇക്വേഷൻ എന്താ വരിക? xa/2 y/2 = 1. അത് കാരണം ഇൻ്റർസെപ്റ്റിൽ കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം. ഇനി അല്ലെങ്കിൽ ഇവിടുത്തെ പോയിൻറ്റ് 2 0 ആണ്, ഇവിടുത്തെ പോയിൻറ്റ് 0 2 ആണ്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ x + y = 2 ആണ് അതിൻ്റെ ഇക്വേഷൻ. y = 2 - 6. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ത് വരും? a = ഇങ്ങനത്തെ 4 പാർട്ട് ഉണ്ട്. അപ്പോൾ 4 ഇൻറ്റു 0 to 2 വരെ, 0 തൊട്ട് 2 വരെ 4 ഇൻറ്റു മുകളിലത്തെ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ത് വരും? a² - x² എന്ന് വേണമെങ്കിൽ കൊടുക്കാം, അല്ല a² - x² മൈനസ് രണ്ടാമത്തെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ 2 - x dx. മുകളിലത്തെ കർവിൻ്റെ ഏരിയ മൈനസ് താഴത്തെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഏരിയ കിട്ടും. നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? x/2 ഇൻറ്റു ക്വസ്റ്റ്യൻ a² - x² പ്ലസ് a/2 ഇൻറ്റു a²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് x/a. ആദ്യത്തെ ഇൻ്റഗ്രൽ എഴുതി കഴിഞ്ഞു. മൈനസ് രണ്ടാമത്തെ 2ൻ്റെ 2x ആണ് വരിക. മൈനസ് ആകുമ്പോൾ പ്ലസ് ആവും. പ്ലസ് എക്സിൻ്റെ x²/2 വരും. ഇനി 0 to 2 വരെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. നമ്മുടെ എയുടെ സ്ഥലത്തൊക്കെ a² സ്ഥലത്തൊക്കെ നമുക്ക് 4 എന്ന് കൊടുക്കാം, കാരണം a 2 ആണല്ലോ. ഇവിടെ a ഉണ്ട്, ഇവിടെ a ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ a 4 വന്നു.
ആൻഡ് ഇവിടുത്തെ എ 2 വന്നു. കാരണം എ സ്ക്വയർ എന്ന് ഇവിടെ എ ഉള്ളൂ, ബാക്കിയൊക്കെ എ സ്ക്വയറാണ്. നമ്മൾ ആദ്യം 2 കൊടുക്കുകയാണ്. 2 കൊടുക്കുമ്പോൾ എന്ത് വരും? എക്സിൻ്റെ സ്ഥലത്ത് 2 കൊടുത്ത് ഇവിടെ 2/2, ഈ ടേം 0 വരും. ദെൻ ഇവിടെ മാത്രം എക്സിസ്റ്റ് ചെയ്യും. 4/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 2/2 മൈനസ് ഇവിടെ 2 കൊടുക്കുമ്പോൾ 2 × 2 പ്ലസ് ഇവിടെ 2 കൊടുക്കുമ്പോൾ 2² മൈനസ് 0 കൊടുക്കുമ്പോൾ ഈ ടേമും ക്യാൻസലാവും, ഈ ടേമും ക്യാൻസലാവും. പക്ഷേ ഇതും ക്യാൻസലാവും, ഇതും ക്യാൻസലാവും. 0 കൊടുത്ത പിന്നെ എല്ലാം ക്യാൻസലാവും. അപ്പോൾ ബാക്കി ആകെ ഇത്രയേ വരുന്നുള്ളൂ. ദാറ്റ് ഈസ് 4/2 എന്ന് പറയുന്നത് 2 ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ π/2 മൈനസ് 2 × 2 4 വരും. 2 ഇതിൽ പ്ലസ് 2 പ്രാവശ്യം. ദെൻ π ക്യാൻസലായിപ്പോയി. π-2 ഇതാണ് ആ കർവിൻ്റെ ഏരിയ. ഇൻ്റഗ്രേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. വെറുതെ ഇൻ്റഗ്രേഷൻ ചെയ്ത് അതിൻ്റെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സിമ്പിൾ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതിൽ തന്നെ വന്ന അടുത്ത ക്വസ്റ്റ്യനാണ് ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y² = x, x ആക്സിസ് ആൻഡ് ദ ലൈൻ x = 1. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഗ്രാഫൊന്നും വരയ്ക്കേണ്ട കാര്യമില്ല. ഏരിയ ഈക്വൽ ടു ഇത് y² ആയ കാരണം ഇതാ x² ആണെങ്കിൽ മുകളിലേക്ക് യു പോലെ വന്നേനെ, y² ആണെങ്കിൽ ഇങ്ങനെ c പോലെയാണ് വരിക. അപ്പോൾ x = 1 തൊട്ട് x = 4 വരെ, ഇവിടെ 1 തൊട്ട് 4 വരെയാണ് ഇൻ്റഗ്രേഷൻ. 1 to 4 y dx ആണ് വരിക. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 1 to 4 y എന്ന് പറയുമ്പോൾ എന്ത് വരും? √x dx. ഇത് 2 സെക്ഷൻ ഉണ്ട്. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇത് ഇത്ര മാത്രമേ വേണ്ടൂ, ഈ ഒരു കഷ്ണം മാത്രമേ വേണ്ടൂ. അപ്പോൾ എന്ത് വരും? എക്സിൻ്റെ x⁻1/2 + 1/1/2 + 1 1 to 4. അപ്പോൾ 3/2 ആണ് വരുന്നത്. 4⁻3/2 3/2 മൈനസ് 1⁻3/2 3/2. 4⁻3/2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 4² 16⁻3 നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിയാൽ മതി. ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും 4⁻3/2 മൈനസ് 1/3/2 എന്ന് എഴുതിയാൽ അതിൻ്റെ ഏരിയ ആയി. കാൽക്കുലേഷൻ നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിയാൽ ആയത്തിൽ ചെയ്തോളൂ. 7ാമത്തെ ക്വസ്റ്റ്യനാണ്. കൺസിഡർ ദ ഫോളോയിങ് ഫിഗർ. ഇതെങ്ങനെ ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ കാണണം, ഈ കാണുന്ന സെക്ഷനിലുള്ള ഏരിയ കാണണം. ഈ കാണുന്ന കർവിലെ നമുക്കിതിൽ 2 ആ കാണുന്ന ഫിഗറിൻ്റെ പ്രത്യേകത നമുക്ക് പറയാം. ഇതാ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ സർക്കിൾ പോയിരിക്കുകയാണ്. സർക്കിൾ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗത്തിൻ്റെയാണ് ഏരിയ കാണേണ്ടത്. ഈ ഭാഗത്തിൻ്റെ ഏരിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഇവിടെ വെച്ചിട്ട് ഇവൻ 2 ഭാഗമായിട്ട് തിരിയാണ്. ഇവിടെ വരെ സ്ട്രെയിറ്റ് ലൈനും ഇവിടെ വരെ ഇവിടെ നിങ്ങളുടെ കർവാണുള്ളത്. അപ്പോൾ ഈ പാർട്ട് നമുക്ക് കണ്ടെത്തണം. അവർ പറഞ്ഞിരിക്കുന്നത് x² + y² = 50 എന്നാണ് സർക്കിളിൻ്റെ വാല്യൂ പറഞ്ഞിരിക്കുന്നത്. x² + y² = 50. അപ്പോൾ √50 ആണ് അതിൻ്റെ റേഡിയസ് വരുന്നത്. √50. y = x എന്ന് പറയുന്നതാണ് സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗമാണ് ഈ പോയിന്റ്. അപ്പോൾ y = x കൊടുത്ത് എന്ത് വരും? x² + y² x² തന്നെ കൊടുക്കാം =50. അപ്പോൾ x² = 25, x = 5. അപ്പോൾ x = 5 എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ടാണ് ഇവൻ മുട്ടണത്. ഈ ഇവിടെ വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സ്ഥലം ഇവിടെ 5ലാണ്. അപ്പോൾ നമുക്കിനി ഏരിയ കണ്ടുപിടിക്കാം. ഇവിടെ സിമിട്രി ഒന്നും ഇല്ല, 2 സെക്ഷനായിട്ടാണുള്ളത്. അപ്പോൾ ഇതിൽ ഇൻ്റഗ്രൽ ആദ്യം കാണുന്ന സെക്ഷൻ 0 തൊട്ട് 5 വരെയുള്ളൂ. 0 തൊട്ട് 5 വരെ, 0 തൊട്ട് 5 വരെയുള്ള ഈ സെക്ഷൻ്റെ മുകളിൽ പോകുന്നത് ഈ ലൈനാണ്. അതായത് y = x എന്ന് പറയുന്നത് y-യുടെ വാല്യൂ x dx ആണ്. പ്ലസ് അടുത്തത് പറയുന്നത് ഈ കർവാണ്. അത് 5 to √50 ആണ് അതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. അത് ഈ നമ്മുടെ സർക്കിളാണ് വരുന്നത്. അപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ √50 - x² dx. ഇതിൻ്റെ ഇൻ്റഗ്രേഷനാണ് ചെയ്യുന്നത്. എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ x²/2 0 തൊട്ട് 5 വരെ. സർക്കിളിൻ്റെ ഇത് വന്നാൽ അതിൻ്റെ ഇൻ്റഗ്രേഷൻ നമ്മൾ പഠിച്ചു. x/2 ഇൻറ്റു ക്വസ്റ്റ്യൻ പ്ലസ് a²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് x/a. ഇത് 5 to √50 വരെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 5 കൊടുക്കാം. ഇവിടെ 25 - 0/2. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ 25/2 ആണ് വരുന്നത്. പ്ലസ് x/2 ഇൻറ്റു √50 - 50. അപ്പോൾ ആദ്യം √50 കൊടുക്കുമ്പോൾ എന്ത് വരും? √50² എന്ന് പറഞ്ഞാൽ 50 ആണ്. അപ്പോൾ വീണ്ടും ഈ ടേം 0 ആയി വരും. ഇനി ഇവിടെ √50 കൊടുക്കുമ്പോഴോ കുഴപ്പമില്ല, അവിടെ എക്സിസ്റ്റ് ചെയ്യും. 50/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് √50/√50 മൈനസ്. ഇനി 5 കൊടുത്തേക്കാം. 5 കൊടുത്താൽ ഇവിടെ 0 വരുന്നില്ല കേട്ടോ, നമ്മൾ കൊടുക്കുക തന്നെ വേണം. അപ്പോൾ 5/2 ഇൻറ്റു √50 - 5² എന്ന് പറഞ്ഞാൽ 25 പ്ലസ് 50/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 5/√50 5/√50. ഇതാണ്
മൈനസ് ഇട്ടിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ 25/2 വന്നു, ഇവിടെ 50/2 വന്നു, 25π/2 വന്നു. ഇനി മൈനസ് ഓഫ് ഇവിടെ റൂട്ട് 25 വരും. 25 എന്ന് പറഞ്ഞാൽ റൂട്ട് 25 5 തന്നെ, 5 × 5 25/2 പ്ലസ് 50/2 25 5/√50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 അതായത് 5/√50 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 25 × 2 എന്ന് എഴുതാം. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ അത് ക്യാൻസലാവും. റൂട്ട് 2 മാത്രം ബാക്കി വരും. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 വരും. സൈനിന് 1/√2 വരുന്നത് 45-ലാണ്, അതായത് π/4. ഇനി നമുക്ക് മൈനസ് അതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാം. 25/2 25π/2 മൈനസ് 25/2 മൈനസ് 25π/4 25/2 25/2 ക്യാൻസലാവും. ഇനി 25ഉം π/2 25π/4 അപ്പോൾ 25π/4 ആണ് ബാക്കി ആൻസർ വരിക. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. 25 ഹാഫിൽ നിന്ന് ക്വാർട്ടർ കുറച്ച് കഴിഞ്ഞാൽ 1/4 ആണ് വരിക. അപ്പോൾ ഇതാണ് ഇപ്പോൾ തന്നിരിക്കുന്ന സെക്ഷൻ്റെ ഏരിയ. ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ആൻസർ ചെയ്ത്. ബാക്കി നമുക്ക് തന്നെ ചെയ്ത് നോക്കാം. താങ്ക് യു.